മലബാറിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ അതിപ്രധാനമായ ഒരു ഏട് തുന്നിച്ചേർത്താണ് കാലിക്കറ്റ് സർവകലാശാലയുടെ തുടക്കം. പിന്നാക്കക്കാരും ന്യൂനപക്ഷങ്ങളും കൂടുതലുള്ള മലബാറിൻ്റെ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമിട്ട് 1968 ഈ സർവകലാശാല സ്ഥാപിതമാകുന്നത്. 442 കോളേജുകൾ ഈ സർവകലാശാലയ്ക്ക് കീഴിലുണ്ട്. 3 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ ഇപ്പോൾ പഠനം നടത്തുന്നു. മുൻ മുഖ്യമന്ത്രി CH മുഹമ്മദ് കോയ അടക്കമുള്ളവരുടെ നിരന്തര പരിശ്രമത്തിന്റെ ഭാഗമായാണ് ഈ സർവകലാശാല യാഥാർത്ഥ്യമായത്. കാലിക്കറ്റ് സർവകലാശാല പ്രവർത്തനം തുടങ്ങി 4 പതിറ്റാണ്ട് കഴിയുമ്പോൾ നേട്ടങ്ങളുടെ പട്ടിക വലുതാണ്. അക്കാദമിക് രംഗത്തെ പ്രമുഖർ തന്നെയാണ് തുടക്കം മുതൽ ഈ സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവി അലങ്കരിച്ചത്. ആദ്യ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ അബ്ദുൽ ഗനിയും പിന്നീട് ആ പദവികൾ അലങ്കരിച്ച പ്രൊഫസർ KA ജലീലും ഡോക്ടർ KKN കുറുപ്പുമെല്ലാം സർവാദരണീയമായി തന്നെ തങ്ങളുടെ ചുമതലകൾ നിർവഹിച്ചു. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സിൻഡിക്കേറ്റും അധ്യാപകരും ജീവനക്കാരും വിദ്യാർത്ഥികളുമെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു യൂണിവേഴ്സിറ്റിക്ക് അതിൻ്റെ കടമകൾ നിർവഹിക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ഉത്തരവാദിത്തം നിർവഹിക്കാൻ കഴിയാത്ത വിധം കാലിക്കറ്റ് സർവകലാശാല ദുർബലമായി പോകുന്നു എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത്. കാലിക്കറ്റ് സർവകലാശാലയിൽ ഇപ്പോൾ നടക്കുന്നത് അക്കാദമിക് ചർച്ചകളല്ല, മറിച്ച് വിവാദങ്ങളാണ്. VCയും സിൻഡിക്കേറ്റും നേർക്കുനേർ പോരാടുന്നു. ജീവനക്കാരുടെ സംഘടനയും ഒന്നടങ്കം VCക്കെതിരാണ്. 2011 അധികാരത്തിലെത്തിയ UDF സർക്കാരാണ് ഡോക്ടർ അബ്ദുസലാമിനെ വൈസ് ചാൻസലറായി നിയമിച്ചത്. ആദ്യത്തെ 1.5 വർഷം പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയി. പിന്നീടാണ് ചില പരിഷ്കരണ നടപടികൾ VC ആരംഭിക്കുന്നത്. ജീവനക്കാർക്കെല്ലാം പഞ്ചിങ് ഏർപ്പെടുത്തി, ക്യാമറ സ്ഥാപിച്ചു. ഒരു വിഭാഗം വിദ്യാർത്ഥികൾ കൈയടക്കി വെച്ചിരുന്ന ഹോസ്റ്റലിൽ കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. പഠനം അവസാനിച്ചിട്ടും സർവകലാശാലയുടെ ഹോസ്റ്റലിൽ താമസം തുടർന്ന ചിലരെ ഇറക്കിവിട്ടു. ജോലി സമയത്ത് സീറ്റിൽ ഇരിക്കാത്തവർക്ക് നിരന്തരം കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. അധ്യാപകരും ജീവനക്കാരും VCയുടെ കർശന നിരീക്ഷണത്തിലായി. ഈ ഘട്ടത്തിൽ സർവകലാശാലയിൽ നിന്നുള്ള സേവനങ്ങൾ നന്നായി മെച്ചപ്പെട്ടു എന്നത് സത്യമാണ്. അബ്ദുസലാം VC ആയതിനു ശേഷം മാത്രം 1.25 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്തു. 1.5 വർഷം വരെ വൈകി ലഭിച്ചിരുന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേഗത്തിൽ ലഭിക്കുന്ന സാഹചര്യം സർവകലാശാലയിൽ സംജാതമായി. ജീവനക്കാരുടെ യൂണിയനുകളെയോ അവരുടെ നേതാക്കളെയോ VC ഗൗനിച്ചില്ല. കാലിക്കറ്റ് സർവകലാശാലയിലെ ഏറ്റവും ശക്തനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇടത് യൂണിയൻ നേതാവ് ഒമറിനെയും VC സസ്പെൻഡ് ചെയ്തു. ജീവനക്കാരെ ഒരു ഘട്ടത്തിലും വിശ്വാസത്തിലെടുക്കാൻ VC തയ്യാറായില്ല. സമവായത്തിനോ ചർച്ചകൾക്കോ ആത്യന്തികമായി VC വഴങ്ങിയില്ല. ഇതോടെയാണ് VCയുടെ നടപടികൾ കൊണ്ട് മുറിവേറ്റവർ ഒറ്റക്കെട്ടായി രംഗത്ത് വന്നത്. ജീവനക്കാരെ ഏറ്റവും ക്രൂഷ്യലായി ബാധിക്കുന്ന സേവനാവകാശ നിയമം, ആ സേവനാവകാശത്തിൻ്റെ നിയമത്തിൻ്റെ പേരിലാണ് ഞങ്ങളും വൈസ് ചാൻസലറും തമ്മിൽ തെറ്റുന്നത്. സേവനാവകാശ നിയമം നടപ്പിലാക്കുമ്പോൾ ഗവൺമെൻറ് കേരളത്തിലെ മുഴുവൻ സർവീസ് സംഘടനകളുമായി ചർച്ച ചെയ്യാൻ തയ്യാറായി. പക്ഷേ ഈ സർവകലാശാലയിൽ സേവനാവകാശ നിയമം ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത്. ഇവിടെ പരിഷ്കാരങ്ങൾ പലതും നടപ്പിലാക്കുന്നു. ഒരു ദിവസം ഒരു പരിഷ്കാരം നടപ്പിലാക്കുന്നു, അത് തെറ്റാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുമ്പോൾ അദ്ദേഹം അത് വീണ്ടും റിവേഴ്സ് ഗിയറിൽ വീണ്ടും അതിടുന്നു. വെറും പരീക്ഷണശാലയായി സർവകലാശാലയിലെ പരീക്ഷാ ഭവനും അഡ്മിനിസ്ട്രേഷനും ജനറൽ ആൻഡ് അക്കാഡമിക് ബ്രാഞ്ചും CDCയും എല്ലാം അദ്ദേഹം ഒരു പരീക്ഷണശാലയായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മാത്രമല്ല സമരരംഗത്ത് വന്നത്, ഇവിടുത്തെ വിദ്യാർത്ഥികൾ, ഇവിടുത്തെ അധ്യാപകർ, അങ്ങനെ തുടങ്ങി സർവകലാശാലയുടെ മൊത്തം സമൂഹം കാലിക്കറ്റ് സർവകലാശാലയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ വൈസ് ചാൻസലർക്കെതിരെ സമരരംഗത്ത് വന്നു എന്നുള്ളത് സർവകലാശാലയുടെ ചരിത്രത്തിൽ ഇതം പ്രഥമമാണ് എന്ന് ഞങ്ങൾക്ക് അനുഭവത്തിൻ്റെ സ്ഥലത്ത് പറയാനാവും. എന്നിട്ടും വൈസ് ചാൻസലർ പാഠം പഠിച്ചത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സർവകലാശാല വൈസ് ചാൻസലർ ഞങ്ങൾക്ക് ജീവനക്കാർക്കും അധ്യാപകർക്കുമായിട്ട് 1700 മെമ്മോകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. താൻ പദവി ഏറ്റെടുത്തതു മുതൽ സർവകലാശാലയിലുണ്ടായ ഗുണപരമായ മാറ്റങ്ങളാണ് ഇതിനുള്ള VCയുടെ മറുപടി. ഞാൻ വന്നപ്പോഴത്തേക്കുള്ള ഒരു പരിപാടി എന്താണെന്നറിയാം, കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് കരയുന്നു, സാറേ ഞങ്ങൾ പൈസ അടച്ചിട്ട് മുമ്പ് ചെന്ന് ഒരാൾ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ മുഖത്ത് നോക്കത്തില്ല, മറുപടിയില്ല. അപ്പോൾ വെറുതെ നിൽക്കുക, എന്ത് പറയാൻ പറ്റും, ചൂടാവാൻ പറ്റുന്നില്ല, സർട്ടിഫിക്കറ്റും കൊണ്ട് നാളെ പോകണം. ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ, കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ഞാൻ മനസ്സിലാക്കി അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാൻ ഈ പഞ്ചിങ് കൊണ്ടുവന്നതും
കുട്ടികളുടെ നേരിട്ട് എനിക്ക് കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള ഇമെയിൽ ഓപ്പൺ ചെയ്ത് നോക്കുക, അതിനോട് തുടർച്ചയായിട്ടാണ് ഞാൻ ചെയ്തത്. ആദ്യ കാലങ്ങളിൽ എനിക്ക് ഒരു ദിവസം 1000 മെയിൽ വരെ വരുമായിരുന്നു. ഞാൻ എല്ലാ മെയിലിനും മറുപടി കൊടുക്കുമായിരുന്നു. ഇന്ന് എനിക്ക് ലെസ് ദാൻ 5 മെയിലാണ് എൻ്റെ ഇമെയിലിൽ വരുന്നത്. ഞാൻ സീരീസ് ഓഫ് അദാലത്ത് നടത്തി കുട്ടികളെല്ലാം തീർത്തു. സമയത്ത് ആൾക്കാരില്ലാത്തവൻ വരെ ഞാൻ ബുക്ക് ചെയ്തു. ബയോമെട്രിക് പഞ്ചിങ്ങിൻ്റെ ലേറ്റായിട്ട് വരുന്നവനെയൊക്കെ ഞാൻ പിടിച്ച് ബുക്ക് ചെയ്തു. ഡിസിപ്ലിനറി ആക്ഷൻ ഒരുപാട് എടുത്തു. ഞാൻ എടുത്തില്ലെന്ന് പറയുന്നില്ല, പക്ഷേ ഡിസിപ്ലിനറി ആക്ഷൻ ഒരു മെമ്മോയിലൊക്കെ വെച്ച് ഒതുക്കുകയുള്ളൂ. ഞാൻ അപ്പുറമൊന്നും ചെയ്തിട്ടില്ല. DDFS ആക്കി കൊണ്ടുവന്നുള്ള അതൊരു വലിയൊരു ചേഞ്ച്. DDFS എന്ന് പറഞ്ഞാൽ ചുമ്മാ ഗവേണൻസ് മാത്രമല്ല, അതോടെ ഗവേണൻസ്, ഓൺലൈൻ ബാങ്കിങ്, പിന്നെ എന്താ പറയണത്, പിന്നെ റീവാലുവേഷൻ മോണിറ്ററിങ്, സർട്ടിഫിക്കറ്റ് മോണിറ്ററിങ്, അങ്ങനെ സീരീസ് ഓഫ് സോഫ്റ്റ്വെയർ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളെ അയച്ച ഫയൽ എവിടെ കിടക്കണമെന്ന് അറിയാവുന്ന പബ്ലിക് പോർട്ടൽ, പിന്നെ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, ഓൺലൈൻ പിന്നെ എന്താണ് ഡിജിറ്റൽ സിഗ്നേച്ചർ, ഇങ്ങനെ എന്തെല്ലാം അതാണ് ഒരു മെയിൻ. അതായത് ടെക്നോളജി ഇൻഫ്യൂഷൻ എന്ന് പറയുന്നത്, ടെക്നോളജി ഗവേൺഡ് ക്യാമ്പസ്. ഈ ക്യാമ്പസ് അതാണ് ഞാൻ കാണുന്ന നമ്പർ 1. സെക്കൻഡ് ഓൺ ദ ഗ്രീൻ ക്യാമ്പസ്. മൂന്നാമത് ഗ്രീൻ, ദ ഹോൾ ക്യാമ്പസ് ഷുഡ് ബി ഗ്രീൻ, ബ്യൂട്ടിഫുള്ളി ഗ്രീൻ, വെൽ ഡെക്കറേറ്റഡ് വിത്ത് ബയോഡൈവേഴ്സിറ്റി. പർപ്പസ്ഫുള്ളായിട്ട് മൊത്തം ബൗണ്ടറി പ്രൊട്ടക്റ്റ് ചെയ്യാൻ, മൊത്തം സർവേ ചെയ്തിട്ട് മൊത്തം ബൗണ്ടറി പ്രൊട്ടക്റ്റ് ചെയ്യാനും, മൊബൈൽ പെട്രോളിങ്ങും വെച്ചിട്ട് അപ്പോൾ കാണുന്ന ആനിമൽസിനെയൊക്കെ വെളിയിലാക്കാനും, അങ്ങനെ തുടങ്ങി ഗ്രീൻ ചെയ്യാനും, മാവ് നടാനും, ചെടി നടാനും, വെള്ളക്കുഴി എടുക്കാനും, പോണ്ട് എടുക്കാനും. നിങ്ങൾ ഫാമിലൊന്ന് ഇറങ്ങി നോക്കൂ, വാട്ട് ഈസ് എ ടൈപ്പ് ഓഫ് ഡെവലപ്മെൻറ്റ് ഐ കുഡ് ഡു. ഈ 550 ഏക്കറും നല്ല ബെസ്റ്റ് ഒരു ഗ്രീൻ ക്യാമ്പസ് ആക്കാൻ വേണ്ടി ഞാൻ എടുത്ത നടപടി എനിക്ക് സന്തോഷം തരുന്നതാണ്. കുട്ടികൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു. എല്ലാ ക്ലാസ് റൂം സ്മാർട്ട് ക്ലാസ് റൂമാക്കി, വേൾഡ് ക്ലാസ് ക്ലാസ് റൂംസാക്കി, വൈഫൈ ക്യാമ്പസാക്കി. ഈ ടെൽ മീ 1 യൂണിവേഴ്സിറ്റി ഇൻ കേരള വൈഫൈ ക്യാമ്പസായിട്ടുള്ള, ഫുള്ളി ടെക്നോളജി ക്യാമ്പസായിട്ടുള്ള. ഈക്വലൻ 2 മാസത്തിന് മുമ്പ് എല്ലാ പിന്നെ റിസൾട്ടുകളെല്ലാം വന്നു. ബയോമെട്രിക് പഞ്ചിങ് സ്റ്റാഫിനും കുട്ടികൾക്കും ടീച്ചേഴ്സിനും എൻഫോഴ്സ് ചെയ്തപ്പോൾ തന്നെ ഒരു വലിയ ഗ്രൂപ്പ് എനിക്ക് അഗൻസ്റ്റായി. അറിയാം, അതൊരു വലിയ ബന്ധമായിരുന്നു. അതുപോലെ തന്നെ പ്രൊട്ടക്ഷന് വേണ്ടി ക്യാമറ വെച്ചപ്പം ഒരു വലിയ ഇതായി, ഡിസിപ്ലിൻ എൻഫോഴ്സ് ചെയ്തപ്പം ഇതായി. അപ്പം അവർക്ക് എല്ലാവർക്കും ഞാൻ ഒരു കോമൺ എനിമി ആയപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവരൊക്കെ കോമൺ എനിമി ആയപ്പോൾ ഇവിടുത്തെ പ്രൊഡക്ടിവിറ്റി കൂടി, ഡിസിപ്ലിൻ കൂടി, ഇവിടുത്തെ മെയിൻ ടാർഗറ്റ് കുട്ടിയെന്ന് പറയുന്ന കുട്ടിക്ക് ഉള്ള ബെനിഫിറ്റ് കൂടി. എനിക്കറിയാം, 1,90,000 സർട്ടിഫിക്കറ്റ് ഞാൻ 2 ദിവസം മുമ്പ് തീർത്ത്. 3 വൈസ് ചാൻസലർമാർ ചെയ്യേണ്ട ജോലി ഞാൻ 3 കൊല്ലം കൊണ്ട് ചെയ്തു. യൂണിവേഴ്സിറ്റി ഉൾക്കൊള്ളുന്ന വള്ളിക്കുന്നിനെ പ്രതിനിധീകരിക്കുന്ന MLA KN ഖാദറും ഈ നേട്ടങ്ങളെ അംഗീകരിക്കുന്നു. അദ്ദേഹം നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററാണ്, ഭാവനാസമ്പന്നനാണ്. ഒരുപാട് സംഗതികൾ നടപ്പിലാക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. ഒരു സർവകലാശാലയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സങ്കല്പങ്ങളിൽ ആ സങ്കല്പങ്ങൾ, ആ ഭാവനകൾക്ക് ചിറക് വെച്ച് ആ ഭാവനകൾ പറന്നപ്പോൾ അതിലെവിടെയും അദ്ദേഹം ജീവനക്കാരുടെ ഒരു തടസ്സം മനസ്സിൽ കണ്ടിട്ടില്ലാത്ത ഒരാളാണ്. കൃത്യസമയത്ത് ബിരുദം കൊടുക്കാത്ത, അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കാത്ത യൂണിവേഴ്സിറ്റിയാണ്. പരീക്ഷകൾ സമയം മാറി നടത്തുന്ന യൂണിവേഴ്സിറ്റിയാണ്. കാര്യമായിട്ടുള്ള ഗവേഷണങ്ങളൊന്നും നടത്താൻ സാധിക്കാത്ത യൂണിവേഴ്സിറ്റിയാണ്. ഒരു യൂണിവേഴ്സിറ്റിയെ കൊണ്ട് എന്തൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടോ അത് പലതും നടക്കാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. വളരെ പങ്ക്ച്വലായിരിക്കണം, എല്ലാവരും ജോലി ചെയ്യണം, എല്ലാവരും തന്നെപ്പോലെ ആയിരിക്കണം എന്നാണ് അദ്ദേഹം കരുതിയത്. ജീവനക്കാർ കരുതിയത് ആരും അദ്ദേഹത്തെ പോലെ ആകരുതെന്നാണ്. അക്കാദമിക് രംഗത്ത് ഒരു നേട്ടവും ഉണ്ടാക്കാൻ VCക്ക് കഴിഞ്ഞില്ലെന്നാണ് ജീവനക്കാരും വിദ്യാർത്ഥി നേതാക്കളും പറയുന്നത്. പുതിയ ഒരു പഠന വകുപ്പ് തുടങ്ങാൻ പോലും VCക്ക് കഴിഞ്ഞില്ലെന്ന് അവർ വിമർശിക്കുന്നു. പഞ്ചിങ് നടപ്പാക്കിയതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഏതൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ നല്ല കാര്യങ്ങളെ മുഴുവൻ ഞങ്ങൾ സ്വാഗതം ചെയ്യും. പക്ഷേ കാലിക്കറ്റ് സർവകലാശാലയിൽ വൈസ് ചാൻസലർ ചെയ്ത ഇമാതിരി ട്രിവിയൽ, വളരെ നിസ്സാരമായ കാര്യങ്ങൾ മാത്രമാണ് ഉയർത്തി കാണിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വൈസ് ചാൻസലർ വന്നതിന് ശേഷം എത്ര കോടി രൂപ പുതിയതായിട്ട് ഏതെങ്കിലും സോഴ്സിൽ നിന്ന് അദ്ദേഹം കൊണ്ടുവന്നു, അദ്ദേഹം എത്ര പുതിയ കോഴ്സുകൾ തുടങ്ങി, അദ്ദേഹം എത്ര പുതിയ ഡിപ്പാർട്ട്മെൻറ്റുകൾ തുടങ്ങി. ഇതല്ലേ ആ രീതിയിലുള്ള ഏതെങ്കിലും അക്കാദമിക ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയായിട്ട് സലാമിന് പറയാൻ പറ്റുമോ? അദ്ദേഹത്തെ എല്ലാ അർത്ഥത്തിലും പരാജയമാണെന്ന് പറയാൻ ഞങ്ങൾ തയ്യാറല്ല. അതേസമയം അദ്ദേഹത്തിൻ്റെ ഈ സിൻഡിക്കേറ്റിനോടും അല്ലെങ്കിൽ അദ്ദേഹത്തെ കറക്റ്റ് ചെയ്യുന്ന ഏതൊരു വ്യക്തിയോടും സംഘടനയോടും അദ്ദേഹം കാണിക്കുന്ന അസഹിഷ്ണുത,
അത് ഒരിക്കലും തന്നെ അദ്ദേഹത്തിൻ്റെ പദവിക്ക് നിരക്കുന്നതല്ല. മാത്രമല്ല അദ്ദേഹം റെസ്പെക്റ്റ് കൊടുക്കേണ്ട വ്യക്തികൾ റെസ്പെക്റ്റ് കൊടുത്തേ പറ്റൂ. അദ്ദേഹത്തിന് അങ്ങനെ വഴിപിഴച്ചു പോകുമ്പോൾ, തെറ്റായ ദിശയിലേക്ക് അദ്ദേഹം നീങ്ങുമ്പോൾ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് പ്രോ വൈസ് ചാൻസലറാണ് ശരിക്കും ചെയ്യേണ്ടത്. പക്ഷേ പ്രോ വൈസ് ചാൻസലർ അദ്ദേഹത്തിൻ്റെ ദൗത്യം നിർവഹിക്കുന്നില്ല. വൈസ് ചാൻസലർ ചെയ്യുന്ന ഏത് അബദ്ധത്തിനും, വൈസ് ചാൻസലർ ചെയ്യുന്ന ഏത് കൊള്ളരുതായ്മയ്ക്കും കൂടെ നിൽക്കുന്ന ഒരു പ്രോ വൈസ് ചാൻസലർ. ഞാൻ മനസ്സിലാക്കുന്നത് വൈസ് ചാൻസലറേക്കാൾ അപകടകാരി പ്രോ വൈസ് ചാൻസലറാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന ഉപജാപക സംഘം വളരെയധികം ഈ യൂണിവേഴ്സിറ്റിയെ നാശത്തിലേക്ക് നയിക്കുന്ന ഒരു വിഭാഗമാണ്. ഈ വൈസ് ചാൻസലർ എന്ന് പറയുന്ന ഏറെക്കുറെ ശുദ്ധഗതിക്കാരനായ, എല്ലാത്തിനെയും വളരെയധികം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസഹിഷ്ണുതപരമായി പെരുമാറുന്ന ഒരു വ്യക്തിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് കൃത്യമായും അതിൻ്റെ നിയന്ത്രണം കൈകളിലുള്ളത് പ്രോ വൈസ് ചാൻസലറും മാർട്ടിനും രാമകൃഷ്ണനും ഉൾക്കൊള്ളുന്ന ഒരു ഗൂഢാലോചന സംഘം തന്നെയാണ്. UDFന് ഭൂരിപക്ഷമുള്ള സർവകലാശാല സിൻഡിക്കേറ്റും VCയും തമ്മിൽ നേർക്കുനേർ പോരാടുകയാണ്. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സിൻഡിക്കേറ്റിൻ്റെ തീരുമാനങ്ങളെ VC അട്ടിമറിക്കുന്നുവെന്നാണ് പ്രധാന ആക്ഷേപം. സിൻഡിക്കേറ്റിനെ മറികടന്ന് VC ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്നു. സിൻഡിക്കേറ്റ് തീരുമാനിക്കുന്നത് നടപ്പിലാക്കാൻ VC തയ്യാറാകുന്നില്ല തുടങ്ങി VCക്കെതിരായ ആക്ഷേപങ്ങൾ നിരവധിയാണ്. മെയ് മാസത്തിൽ നടന്ന സിൻഡിക്കേറ്റ്, ആ സിൻഡിക്കേറ്റിൽ ഞങ്ങൾ എടുത്ത തീരുമാനം, ആ തീരുമാനം ഇതുവരെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. സ്റ്റാറ്റ്യൂട്ട് പ്രകാരം മിനിറ്റ്സ് തയ്യാറാക്കുകയും അത് ഞങ്ങൾക്ക് തരികയും പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യേണ്ടത് രജിസ്ട്രാറാണ്. രജിസ്ട്രാർ എഴുതിയ സാധനം മാക്കി വെച്ചുകൊണ്ട് തനിക്ക് ഇഷ്ടമുള്ളത് വെട്ടിത്തിരുത്തി ഞങ്ങൾക്കൊക്കെ എതിരെ ഒരുപാട് ആരോപണങ്ങൾ കുത്തി നിറച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അത് പിൻവലിക്കണം ഞങ്ങൾ ആവശ്യപ്പെട്ടു. പിൻവലിച്ചില്ല എന്ന് മാത്രമല്ല, അത് സ്വേച്ഛാധിപതിയായി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇത് ഒരു സർവകലാശാല ചോദിച്ചതാണ്. വൈസ് ചാൻസലറും കൂടെ ഉൾപ്പെട്ട സിൻഡിക്കേറ്റ് റെസൊല്യൂഷൻ ആണെങ്കിൽ 24 പേരും കൂടെ ഇരുന്നിട്ട് സിൻഡിക്കേറ്റിൻ്റെ തീരുമാനത്തിൽ കുറേ പേര് ഡിസെൻറ്റ് ചെയ്യാം, കുറേ പേര് അസെൻറ്റ് ചെയ്യാം. എന്നാലും 24 പേരും കൂടെ ചേർന്നുള്ളൊരു തീരുമാനമാണ് സിൻഡിക്കേറ്റ് റെസൊല്യൂഷൻ. അല്ലാതെ ഒരു വിഭാഗം കൊണ്ടുവന്ന് ഇതങ്ങ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുന്നത് സിൻഡിക്കേറ്റ് റെസൊല്യൂഷൻ അല്ല, പാർട്ട് ഓഫ് സിൻഡിക്കേറ്റിൻ്റെ മെജോറിറ്റി ക്ലെയിം ജനറൽ റെസൊല്യൂഷനാണ്. പിന്നും അതും നിയമത്തിനകത്താണെങ്കിൽ ചെയ്യാൻ തയ്യാറാണ്. അത് തരുന്നത് പോലും നിയമത്തിനകത്താണെങ്കിൽ, അല്ലാതെ ഫിനാൻഷ്യൽ ഡ്രെയിൻ വരുന്നത്, പാർട്ടിസാനായിട്ടുള്ളത്, ഹോസ്റ്റിലിറ്റി ഉള്ളത്, ചിലരെ അപ്പീസ് ചെയ്യാനുള്ളത്, ഡിസിപ്ലിൻ നശിപ്പിക്കാനുള്ളത്, അങ്ങനെയുള്ള വ്യക്തിഗതമായ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് ദോഷം ചെയ്യുന്ന അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി നിയമത്തിന് വെളിയിൽ പോകുന്ന കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സിൻഡിക്കേറ്റ് വന്നു കഴിഞ്ഞാൽ വൈസ് ചാൻസലർക്ക് ഒരു ക്ലോസ് 10-16 അനുസരിച്ചിട്ട് ആ തീരുമാനം ചാൻസലർക്ക് വിടണം. ചാൻസലറുടെ വിധിയാണ് ഫൈനൽ. നമ്മുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും ഉള്ള 400 പേജ് അതിൻ്റെ ഒരു 10% പോലും വായിച്ച ആൾക്കാരില്ല. അദ്ദേഹം സിൻഡിക്കേറ്റിന് തീരുമാനം മാനിപ്പുലേറ്റ് ചെയ്യുക, തീരുമാനം വിരുദ്ധമായി എഴുതുക, അദ്ദേഹത്തിന് താല്പര്യമുള്ള എഴുതുക, അതുപോലുള്ള രീതിയിലേക്ക് ജനാധിപത്യം അംഗീകരിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള അത് ചില സമീപനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ളതാണ് നമ്മൾ അദ്ദേഹത്തെ എതിർക്കാനുള്ള കാരണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചില സിസ്റ്റത്തിൽ നമ്മൾ ഹിറ്റ്ലറെ പോലെ ചെയ്താലേ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. നമ്മൾ മനസ്സിലായില്ല, ചില സ്ഥലങ്ങളിൽ ഈ ഡെമോക്രസിയൊക്കെ വർക്ക് ചെയ്യും. വെട്ടാൻ വരുന്ന പോത്തിനെടുക്കുക നിങ്ങൾ ഡെമോക്രസി പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അവൻ നിങ്ങളെ വെട്ടിയിട്ട് പോവേ ഉള്ളൂ. നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത് ആർക്ക് വേണ്ടി ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ടിയാണോ സമൂഹത്തിന് വേണ്ടിയാണോ? അത് ആ കൺവിക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് എന്തിനാണ്, ഇത് വേണോ വേണ്ടെന്നുള്ളത്, ഇതിൻ്റെ എസെൻഷ്യാലിറ്റി, ഇതിൻ്റെ യൂസ് ആർക്ക് വേണ്ടി എന്നൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുകയുള്ളൂ. ചെയ്തില്ലെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറയട്ടെ, VC ആയിട്ട് ഞാൻ ഇവിടെ കയറി 3 കൊല്ലം കസേരയിരുന്ന് വിചാരിച്ചു, എനിക്ക് ഉറങ്ങി ശമ്പളവും വാങ്ങിച്ചു ഒന്നും സംഭവിക്കത്തില്ല. എനിക്ക് സൂചിച്ചൊക്കെ നടക്കാൻ വലിയ കാറ് തന്നിട്ടുണ്ട്, കൊടിവെച്ച കാറ്, വലിയ ബംഗ്ലാവൊക്കെ തന്നിട്ടുണ്ട്, വലിയ ശമ്പളവും തന്നിട്ടുണ്ട്. I have no problem. I can enjoy my life. I can travel anywhere. ഫാമിലിയെ കൊണ്ട് യാത്ര ചെയ്യാം. ഞാൻ ഇത്ര കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരു ഫയർ ഉണ്ട്. വാട്ട് ഈസ് ദാറ്റ് ഫയർ? ആ ഫയർ എന്ന് പറഞ്ഞാൽ എൻ്റെ പീരീഡ് ഗംഭീരമാക്കണമെന്നൊരു അതിൻ്റെ ഒരു സെൽഫിഷ്നെസ്സായി വെച്ചോ.